നവോത്ഥാനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ശരണമന്ത്രധ്വനികളിൽ ആശാന്റെ, ഉള്ളൂരിൻ്റെ, വള്ളത്തോളിൻ്റെ, ഇടപ്പള്ളിയുടെ, വയലാറിൻ്റെ, ചങ്ങമ്പുഴയുടെ കവിതകൾ ഏറ്റുപാടി. അഴകിയെ, ഒന്ന് വെക്കം നടക്കൂ. ഇങ്ങനെ നടന്നാൽ കുട്ടികൾ വിഷമിക്കും. എന്റെ കുട്ടികള്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനും അമ്മയും അങ്ങോട്ട് വരില്ലേ? കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അനശ്വര കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ഒക്ടോബർ 11 കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ ജന്മമെടുത്തു. തൻ്റെ 25-ാമത്തെ വയസ്സിൽ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട രമണൻ എന്ന വിലാപകാവ്യം നമുക്ക് സമ്മാനിച്ച ഈ മഹാകവി 1948 ജൂൺ 17 ഈ ലോകത്തോട് വിട പറഞ്ഞു. ആയുധജാലങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ ഏറ്റവും ശക്തമായ ഭാഷയിൽ തങ്കത്തൂലികയിൽ പ്രതികരിച്ച അനശ്വരനായ മഹാകവി ചങ്ങമ്പുഴയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കാവ്യം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. വാഴക്കുല. അഴകിയേ, അഴകിയേ, ഇച്ചി കഞ്ഞോളം ഇങ്ങെടുത്തേ. നിങ്ങൾ വന്നോ? ദാ ഇപ്പൊ കൊണ്ടുവരാം. അഴകിയേ, കിടാങ്ങളൊക്കെ എന്തിയേ? അതുങ്ങളൊക്കെ അപ്പുറത്തെ തൊടിയിൽ കളിക്കാൻ പോയിരിക്കുന്നു. ഇന്നലെ രാത്രി എന്തൊരു മഴയായിരുന്നു. ഭൂമിയൊക്കെ നന്നായി നനഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നട്ടാൽ നന്നായി തഴച്ചു വളരും. അല്ല, എന്താണിത്? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വാഴക്കന്ന് കിട്ടിയേ? ഇല്ലത്തൂന്ന് തിരിവ് വന്നതാ. തമ്പ്രാനോട് ചോദിച്ചിട്ട് ഏനത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നീ ഇങ്ങോട്ട് വാ. ഇത് നമ്മുടെ മാടത്തിന്റെ മുറ്റത്ത് നടാം. മക്കളെ, അച്ഛനൊരു വാഴക്കന്ന് കിട്ടിയിരിക്കുന്നു. അച്ഛനത് മുറ്റത്ത് നട്ടു. ഇനി എല്ലാ ദിവസവും മക്കൾ നന്നായി നനച്ചു വളർത്തണം. ശരി അച്ഛാ. മോളെ, മോളെ, അച്ഛന് തൊപ്പിങ്ങ എടുത്തേ. ഇതാ അച്ഛാ. മക്കളെ, ഇന്ന് ആരോ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാം? ഞാനൊഴിക്കാം. എന്റെ മക്കള് വഴക്ക് കൂടണ്ട. എല്ലാവരും വാഴയ്ക്ക് വെള്ളം ഒഴിച്ച നമുക്ക് വെക്കാം വാഴപ്പഴം കഴിക്കാട്ടോ. അഴകിയേ, അഴകിയേ, നമുക്ക് പോകാം. കഞ്ഞെടുത്തോളൂ. മക്കളെ, അച്ഛനും അമ്മയും വേലക്ക് പോയി വരട്ടെ. നീലി, നിനക്ക് എന്നോട് കെറുവാണോ? എനിക്കല്ലല്ലോ, നീയല്ലേ എന്നോട് കളവ് പറഞ്ഞത്. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? ഈ കുല പഴുത്താൽ നമുക്ക് രണ്ടുപേർക്കും കൂടി കട്ട് തിന്നാം. ഒരു കള്ളൻ. ഞാൻ കാണിച്ചു തരാം. ഈ കുല ഒന്ന് പഴുത്തോട്ടെ. അഴകിയെ, നീ കണ്ടോ? നമ്മുടെ കിടാങ്ങളുടെ ഒരു സന്തോഷം കണ്ടോ? കിടാങ്ങൾക്ക് വാഴക്കുല ഒന്ന് പഴുത്താ മതി. മലയാ, മലയാ. അയ്യോ തമ്പ്രാൻ, ഇമ്മടെ മാടത്തിൽ എന്താ തമ്പ്ര? മലയാ, നിന്റെ പറമ്പിൽ ഒരു കണ്ണായ വാഴക്കൊല ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് നീ വെട്ടി ഇല്ലത്തേക്ക് കൊണ്ടുവരിക. ഇല്ലത്തെ കുട്ടികൾക്ക് സന്തോഷമാകട്ടെ. തമ്പ്ര. എന്താ എന്താ നിങ്ങള് വിഷമിച്ചിരിക്കണേ? ആ വെട്ടത്തെ ഇങ്ങെടുത്തേ. ഹായ്, അച്ഛൻ വാഴക്കുല വെട്ടാൻ പോകുന്നു. എന്ത് പറ്റി അച്ഛാ? മക്കളെ, അഴകിയെ, കരയെടുത്തേ. തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നു കുല വെട്ടി ഇല്ലത്തേക്ക് കൊണ്ടു ചെല്ലാൻ. കരയാതെ മക്കളെ, കരയാതെ. അച്ഛൻ വേറൊരു വാഴ വെച്ചു തരാം. കുല തമ്പ്രാൻ കൊണ്ടുപോകട്ടെ. അച്ഛാ, ഒരു പഴം താ അച്ഛാ. ഞാനും വെള്ളം നനച്ചതല്ലേ അച്ഛാ, എനിക്കും ഒരു പഴം താ. മക്കളെ, മിത്തത്തിന്റെ കഴുപ്പിടുത്തത്തിൽ നിന്ന് പണമുള്ള ആളുകൾ നിർമ്മിച്ച നീതിക്ക് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് നീതി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഇതാ വാ മൂടുകയാണ്. ഒരു കവി എന്ന നിലയിൽ ഞാൻ എൻ്റെ ധർമ്മം നിർവഹിച്ചു.